ദുൽഖർ സൽമാൻ ഉണ്ണിമുകുന്ദൻ ഈശ്വര ഈ പടം പോലെ സിനിമ ഓടിയില്ലേ? ഓക്കെ ശരി, ഓടിയില്ല. സിനിമ ഓടിയോ? ഓ ആയിക്കോട്ടെ. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ആരും വിളിക്കില്ല. മമ്മൂക്ക എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. സിനിമയിൽ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ, കംപ്ലീറ്റ്ലി മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമിത പ്രമോദാണ്. നമസ്കാരം. നമസ്കാരം. മലയാള സിനിമയെ ട്രാഫിക്കിന് മുൻപും ശേഷവും എന്ന് അടയാളപ്പെടുത്താറുണ്ട്. ആ സിനിമയിലൂടെയാണ് നമിത അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്കുണ്ടായ സ്വീകാര്യത കരിയറിന് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? നന്നായിട്ട്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത വന്നൊരു സിനിമയാണ് ട്രാഫിക്. എനിക്ക് തോന്നുന്നു രാജശങ്കർ, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ 9th പഠിക്കുമ്പോഴാണ് രാജശങ്കർ വന്നിട്ട് ഇങ്ങനെ കഥ പറയുന്നത് ട്രാഫിക്കിൻ്റെ. സത്യം പറഞ്ഞ കഥ കേട്ട സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ട്രാഫിക് നമുക്ക് നറേറ്റ് ചെയ്താൽ മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയല്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആ സിനിമ കാണുമ്പോൾ, കുറേ ഇൻ്റർകട്ട്സും. പിന്നെ എനിക്ക് സിനിമയായിട്ട് ഒരു പരിചയമില്ല, അത്രയും വലിയൊരു ക്യാൻവാസ് ആയിട്ടോ ഒട്ടും ഞാൻ എക്സ്പോസ്ഡ് അല്ലല്ലോ. അപ്പോൾ രാജശങ്കർ വന്നു, അതാ പുള്ളിയുടെ ആ ഒരു നല്ല മനസ്സ്. കാരണം ചെറിയൊരു ക്യാരക്ടറാണ് ട്രാഫിക്കിലുള്ളത്. അപ്പോൾ പുള്ളി അത്രയും നന്നായിട്ട് അത് നറേറ്റ് ചെയ്ത് തന്നു. എന്നെപ്പോലെ ഒരു പുതിയ ആൾക്ക് അത് നറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു സീനിയർ ആക്ടറിൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നറേറ്റ് ചെയ്ത് തന്നു. അങ്ങനെ എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ എന്നാലും ചെയ്തു സിനിമ. പക്ഷെ അത് ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി ഫിലിം. അത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇതാണല്ലേ നമ്മൾ ചെയ്ത സിനിമ എന്ന് മനസ്സിലായത്. കാരണം അത്രയും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ് ട്രാഫിക്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ഈ വന്ന സിനിമകളും, അതിനുശേഷം ഒരുപാട് സിനിമ ഡിസ്കഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് ആളുകൾ ആ ക്യാരക്ടർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അങ്ങനെ പോയതാണ്. മലയാളത്തിലെ എവർഗ്രീൻ സിനിമകളിൽ ഒന്നായിട്ട് പറയുന്നതാണ് വിക്രമാദിത്യ. അതില് നമിതയ്ക്ക് കിട്ടിയേക്കുന്ന ഫ്രെയിമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ സിനിമ ടി വിയിൽ കാണുമ്പോൾ എന്ത് രസമാണ്, ഭയങ്കര സിമ്പിൾ ഡ്രസ്സാണ്, പക്ഷെ ഭയങ്കര രസകരമായിട്ട് അതിനുള്ളിൽ കാണാൻ പറ്റും. അതും ലാൽ ജോസ് സാറിൻ്റെ കൂടെ. ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താണ്? രസകരമായിട്ടുള്ള ഒരു അനുഭവം. ആ ടീം നല്ല രസമായിരുന്നു. കാരണം പുള്ളിപ്പുലികളും മാട്ടുംകുട്ടിയും ചെയ്തതിന് ശേഷമാണ് വിക്രമാദിത്യ വന്നത്. അപ്പോൾ പുള്ളിപ്പുലികളും മാട്ടുംകുട്ടിയും ചെയ്യുന്ന സമയത്ത് ലാലോങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, ദുൽഖറും ഉണ്ണിയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് സമയം അങ്ങനെ എന്തോ സമയത്തായിരുന്നു എന്ന് തോന്നുന്നു അത് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ നിനക്ക് പറ്റിയ ക്യാരക്ടറാണ്, പക്ഷെ നിനക്കതൊരു ആ സമയത്ത് അപ്പം എനിക്ക് പരീക്ഷയുടെ സമയമായിരുന്നു. മാർച്ച് നമ്മുടെ സമ്മർ ഹോളിഡേയ്സിന് മുന്നേ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ എക്സാം പറഞ്ഞ് കുഴപ്പമില്ല, നീ നോക്ക്, പരീക്ഷയാണെങ്കിൽ നമുക്കത് മാറ്റാം, വേറെ ആരെങ്കിലും ഞാൻ നോക്കാം, നമുക്ക് പിന്നെ സിനിമ എന്തെങ്കിലും ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചു, ദുൽഖർ സൽമാൻ ഉണ്ണിമുകുന്ദൻ ഈശ്വര ഈ പടം പോലെ പടം നീണ്ടുപോയാലും കുഴപ്പമില്ല, എൻ്റെ പരീക്ഷ എങ്ങനെ എഴുതിയല്ലേ പറ്റുള്ളൂ, പടം നീണ്ടുപോകണേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. പടം നീണ്ടുപോയി, സിനിമ ഷൂട്ടിംഗ് നീണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്തത്. അപ്പോൾ ലാലോങ്ങളിലെ പുള്ളിപ്പുലിയുടെ മാട്ടുംകുട്ടിയും ചെയ്യുന്ന സമയത്ത് ആ ടീമും ബാക്കി ആളുകളൊക്കെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സും ആയിരുന്നു. അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ഒക്കെ സീനിയർ മോസ്റ്റ് അങ്ങനത്തെ ആളുകളായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഭയങ്കര നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ വിക്രമാദിത്യ ചെയ്ത സമയത്ത് എല്ലാവരും കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ലാലോങ്ങൾ മാത്രം ഉണ്ടായിരുന്നു ഒരു എൽഡർ ഒരാൾ, ബാക്കി എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര രസമാണ്. രാവിലെ ലൊക്കേഷനിൽ വരാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ലാലോങ്ങൾ പറയും, നിങ്ങളൊക്കെ ഇവിടെ പണിയെടുക്കാനാ വന്നേക്കുന്നത്, അതാലോചിക്കണമെന്നൊക്കെ പറയും. അത് ഭയങ്കര രസമാണ്. ദുൽഖറും ഉണ്ണിമുകുന്ദനും എല്ലാവരും നല്ലായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പം പാൻ ഇന്ത്യൻ നടന്മാരായി മാറിയിരിക്കുകയാണ്. അവരുടെ ഈ സ്ട്രഗിൾസ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇതിൽ നൽകുന്ന സന്തോഷം എന്താണ്? വെരി ഹാപ്പി ഫോർ ദം, ബിക്കോസ് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ്. ഇപ്പം ദുൽഖർ, ഇപ്പം മമ്മൂക്കൻ്റെ മോൻ, അങ്ങനത്തെ ഒരു ഓര അന്നും ഇല്ല ഇന്നും ഇല്ല. അപ്പോൾ ലൈക്ക് ഹീസ് വെരി ഫ്രണ്ട്ലി, ഹീസ് എ വെരി വാം പേഴ്സൺ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറുള്ളൊരു ഇൻഡിവിജ്വലാണ്. ഉണ്ണിച്ചേട്ടൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേ അല്ലാത്തൊരാളല്ലേ. അപ്പോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വഴി പോയി ലൈക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ആക്ടറാണ്.
അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നല്ല ഹിറ്റ് ഫിലിം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാണല്ലോ. ഇപ്പോഴും അവരുമായിട്ടുള്ള സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? പിന്നെ എനിക്ക് സിനിമയിൽ കണക്ഷനുള്ള ഏറ്റവും കണക്ഷനുള്ള ആളുകളാണ് ഇവർ. 2011 നമുക്ക് സിനിമ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ കുറച്ച് സിനിമകൾ വേഗം ഓർമ്മ വരിക. പക്ഷേ 2011 മുതൽ ഇപ്പം മച്ചാൻ്റെ മാലാഖ വരെ എത്തിക്കുമ്പോൾ ഇഷ്ടംപോലെ സിനിമകൾ അതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. സിനിമയിൽ ഭാഗ്യവും ഭാഗ്യക്കേടും ഉണ്ടാവാറുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് 25 വയസ്സിന് താഴെ നിൽക്കുമ്പോഴാണ് ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ തന്നെ നമിത ഫേസ് ചെയ്തിട്ടുള്ളത് കൂടുതലും. അപ്പം ആ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഈ അപ്പ് ആൻഡ് ഡൗൺസിനെ കൈകാര്യം ചെയ്തത്? ഞാൻ ആക്ച്വലി അതൊന്നും വലിയ ബോധമൊന്നുമല്ല. ആക്ച്വലി എന്നെ അത് എൻ്റെ സ്വഭാവമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നുമില്ല. സിനിമ വരുന്നു, സിനിമ ചെയ്യുന്നു. കാരണം സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. സിനിമ ആർട്ടാണ്. ഇപ്പം നമ്മളൊരു കഥ സെലക്ട് ചെയ്യുന്നത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ സിനിമ ജഡ്ജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും, പക്ഷേ മേക്കിംഗ് വൈസ് എടുത്തു വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവണം എന്നില്ല. അപ്പോൾ സിനിമ ഇസ് ലൈക്ക് വെരി ഡിഫിക്കൾട്ട് ടു പ്രഡിക്റ്റ്. അപ്പോൾ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, നമ്മൾ ബോറടിപ്പിക്കുന്നില്ലെങ്കിൽ എടുക്കുക, അതിൽ എന്തെങ്കിലും രസമുണ്ടോ, ക്യാരക്ടറിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഈ സംഭവം എന്നെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. അതിനുള്ള ബോധം ഇല്ലാതിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാനത് ടൂ മച്ച് എടുക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സിനിമ ഓടിയില്ലേ, ഓക്കെ ശരി ഓടിയില്ല, സിനിമ ഓടിയോ, ഓ ആയിക്കോട്ടെ. എല്ലാത്തിനും ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര എനിക്ക് സിനിമയിൽ ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആളുകൾ ഭയങ്കര ലൈക്ക് പീപ്പിൾ ആർ സീക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലൈക്ക് സിനിമ ഒരു അൺസർട്ടൺ ഫീൽഡ് ആയതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുവെ ടെക്നീഷ്യൻസ് ആയാലും, കാരണം സിനിമ കുറയുന്ന സമയങ്ങളിലാണെങ്കിലും സിനിമ നടക്കാത്ത സമയങ്ങളിലാണെങ്കിലും ഒക്കെ ലൈക്ക് വാട്ട്സ് നെക്സ്റ്റ് സിനിമ വരുമോ എന്നുള്ള പലരുടെയും ലൈക്ക് എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് നിൽക്കുന്നവർ പോലും ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ടെൻഷനൊന്നും. ഇഫ് സംതിങ് കംസ് അപ്പ് ഞാനത് അത്ര ആത്മാർത്ഥതയോടെ ചെയ്യും. ലൈക്ക് വിത്ത് മൈ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് എന്താണ് കേപ്പബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഞാൻ ചെയ്യും. പക്ഷെ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കൽ പരിപാടിയൊന്നുമില്ല. ഒരു കഥ കേൾക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും? നമുക്ക് വേഗം ഒരു കഥ കേൾക്കുന്നു. ഞാനൊരു സിനിമ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഞാൻ മെയിൻലി കേട്ട് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാറുണ്ട്. ഹാർഡ് കോപ്പി ആയിട്ട് ബുക്ക് രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, കഥാപാത്രം എന്തെങ്കിലും രസമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ദാറ്റ് സിനിമ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല ലിസണറാണ്, പക്ഷെ ലൈക്ക് സ്റ്റോറി ലിസണറല്ല, ഞാൻ കൂടുതൽ വായിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരികയാണെങ്കിൽ ഇതെനിക്ക് വർക്കാവുന്നില്ല. നമ്മൾ തിരിച്ച് വിക്രമാദിത്യനിലേക്ക് വരികയാണെങ്കിൽ ആ സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്ന രീതിയിൽ ലാൽജോ സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു 2ാം ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും കഥ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലാലു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും കറക്റ്റായിട്ട് വരികയാണെങ്കിൽ, പിന്നെ സ്ക്രിപ്റ്റും അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കണമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ മേ ബി സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഥയൊന്നും എനിക്കറിയില്ല. കഥ മേ ബി ഞാനിങ്ങനെ ആലോചിക്കുന്ന അവരുടെ ബാക്കിയുള്ള ലൈഫായിരിക്കും, എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്രയും വായിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ എന്നാൽ ഈ കഥ ഈ രീതിയിലായിരിക്കും പോവുക, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു സംഭവം. ഇപ്പോൾ ഒരാൾ കളക്ടറും ഓക്കെ അവർ തമ്മിലുള്ള മറ്റേ നിവിൻ ചേട്ടൻ്റെ ക്യാരക്ടറും ഉണ്ടല്ലോ, കളക്ടറും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അയ്യപ്പനും കൊശിയും പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടുപേരും പോലീസ് കൺഫ്യൂസിങ് കുറെ ക്യാരക്ടേഴ്സ്. അത് വേണമെങ്കിൽ നിവിൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാം. ദുൽഖറുണ്ട് ചേട്ടൻ അറിയില്ല. അതുപോലെ അമർ അക്ബർ അന്തോണി ഒരു മൾട്ടി സ്റ്റാർ പടമാണ്. അന്ന് ആ സിനിമ നമ്മൾ കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ അല്ല. അപ്പം ആ സിനിമയുടെ വിജയം നമ്മൾ അറിയാവുന്ന തിയേറ്ററിലൂടെ തന്നെയാണ്. അപ്പം ആ സിനിമ നൽകുന്ന സന്തോഷം, അതിൻ്റെ ഒരു ഓഡിയൻസ് എക്സ്പീരിയൻസ് അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ഞാനത് തിയേറ്ററിൽ പോയി റിലീസിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊരു ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നു. ആടി കപ്പ്യാറി കുട്ടമണിയുടെ ആണോ ഏതോ ഒരു ഷൂട്ടിലായിരുന്നു. അപ്പോൾ ലൈക്ക് സിനിമ കാണാൻ പോകുമ്പോൾ പിന്നെ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, നല്ല സിനിമയാണെങ്കിൽ ആളുകൾ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ആരും വിളിക്കില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്.
നല്ല സിനിമയാണെങ്കിൽ ആളുകൾ ചോദിച്ചാൽ സിനിമ കണ്ടു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് കോൾസ്. പക്ഷെ അത്ര സിനിമ വർക്ക് സോഷ്യൽ മീഡിയ നോക്കണമൊന്നുമില്ല. ആരും വിളിച്ചില്ലെങ്കിൽ സിനിമ വർക്ക് ആയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള. ഇപ്പൊ ഒരു OTT ട്രെൻഡ് ഉണ്ടല്ലോ, നമ്മിത് എങ്ങനെയാ സിനിമ കാണുന്നത്? OTT ആണോ അതോ തിയേറ്ററിൽ പോയിട്ട് തന്നെ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? രണ്ടും ചെയ്യാറുണ്ട്. OTT-യിൽ സിനിമ വരുമ്പോൾ അതും കാണാറുണ്ട്, തിയേറ്ററിൽ പോയിട്ട്. പക്ഷെ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഒരു ഓളം വ്യത്യാസമാണല്ലോ, ഭയങ്കര രസമാണ്. നമ്മൾ ആ വലിയ സ്ക്രീനിൽ ചിലപ്പോൾ നമുക്ക് ചില സിനിമകൾ ആ വലിയ ക്യാൻവാസിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഇഷ്ടമാവുള്ളൂ. ചില സിനിമകൾ നമ്മൾ ചെറുതായിട്ട് ആ സിനിമേനെ തന്നെ ഒരു ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചില സിനിമകൾ തിയേറ്ററിൽ വന്ന് സക്സസ് ആയി പോവാത്ത സിനിമകൾ OTT-ൽ വരുമ്പോൾ ഇത് നല്ല പടമായിരുന്നല്ലോ, രസം ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. ഞാൻ രണ്ടും കാണുന്നതാണ്. ഇപ്പം നടനോ നടിയൊക്കെ ആദ്യം സിനിമയിലേക്ക് എത്തുന്നവർ പിന്നെ നിർമ്മാതാക്കളാവാറുണ്ട്, സംവിധായകരാവാറുണ്ട്, ആ രീതിയിലൊക്കെ വരാറുണ്ട്. ഇപ്പം നമിതന് ഈ ഏതെങ്കിലും ഒരു റോളിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഡിറക്ഷൻ അതിനുള്ള ഒരു ഹാർഡ് വർക്കൊന്നും എൻ്റെ പ്രൊഡക്ഷൻ എനിക്കറിയില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ ഐ ഡോണ്ട് നോ. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച്? പ്രൊഡക്ഷനൊക്കെ പ്രൊഡക്ഷനൊക്കെ ഇഷ്ടമാണ്, ഡിറക്ഷൻ ഒന്നുമില്ല. ഈ കഫേ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? ചെറുപ്പം മുതലേ ഒക്കെ നമ്മൾ ഗേൾസിന് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചെറുപ്പം മുതൽ ഒരു കഫേ എന്നതായിരുന്നു സ്വപ്നം. ചില സിനിമയിലെ എന്താ പറയുക നടികളൊക്കെ തന്നെ അല്ലെങ്കിൽ അഭിനേത്രികൾ ചിലപ്പം ഡ്രസ്സൊക്കെ കൂടുതലായി ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം കഫേകൾ തുടങ്ങുന്നുണ്ട്, സിതാര കൃഷ്ണകുമാർ അങ്ങനെ പാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കഫേ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം ആയിരുന്നോ? ഇല്ല, എൻ്റെ ചെറുപ്പത്തിൽ കാഫേ കൾച്ചർ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, എൻ്റെ ചെറുപ്പത്തിലൊന്നും കാഫേ കൾച്ചർ, നമ്മളെന്താ വീക്കെൻഡ്സ് സ്കൂളിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരു ബേക്കറി പോകും, ബേക്കറി പോയിട്ട് പപ്സും കഴിക്കും. ഞങ്ങളിതിപ്പോൾ വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു ഇത് ഭയങ്കര രസമാണല്ലേ ഇതിൻ്റെ ആംബിയൻസ്, ഭയങ്കര രസമാണല്ലേ ഈ കഫേൻ്റെ ഉള്ളിൽ കാണാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ അച്ചേട്ടാ, നമ്മളധികം വലിയ വലിയ കഫേകളിൽ പോവാത്തത് കൊണ്ടുള്ള എക്സ്പീരിയൻസ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പീസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 8th 9th 10th പഠിക്കുന്ന സമയത്ത് പോകുന്ന കുട്ടികളുണ്ട്. അത് കഫേ ബഡ് ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു അപ്പോൾ. പക്ഷെ നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ ആ മാക്സിമം കട്ട്ലറ്റ് കഴിക്കുക, ജ്യൂസ് കുടിക്കുക, പപ്സ് കഴിക്കുക, സ്കൂൾ കഴിയുമ്പോൾ അത് നമുക്ക് ലക്ഷറിയാണ്, നമുക്കൊക്കെ ഉണ്ടായിരുന്ന ലക്ഷറിയാണ്. പക്ഷെ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ്റെ കസിൻസ് ഉണ്ട്, അവരെല്ലാം ലൈക്ക് ഓൾറെഡി അവരൊക്കെ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ്സും ഇതൊക്കെ നടത്തുന്ന ആളുകൾ തന്നെയാണ്. ലൈക്ക് US-ലാണ് ഇതിൻ്റെ ഒരു പാർട്ട്ണർ. അപ്പോൾ അച്ഛനും പുള്ളിയും സന്തോഷ് അങ്കിളും കസിൻസാണ്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലേ കണ്ടു വളർന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടായി. ഞാൻ അതിനെപ്പറ്റി ആലോചന പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു ഇത് തുടങ്ങി എന്താ കാരണം നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ട്, ലൈക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ആളുകളുണ്ട്. ദെൻ വൈ കാൺ വി സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദിസ്? അങ്ങനെ തുടങ്ങിയതാണ് സമ്മർ ടൗൺ. ഈ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇങ്ങനെ ഒരു കഫേ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ആദ്യമൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്കൊരു ക്ലോത്തിങ്ങും ഉണ്ട്, ടീഷർട്ട്സിൻ്റെ ഒരു മെൻസ് വെയർ. അപ്പം നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട്, പറയുന്ന സെൻസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ആ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ ആദ്യം, അത് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആധികാരികമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്രയും അംഗീകരിക്കും, അല്ലെങ്കിൽ ഓക്കെ അത് കറക്റ്റ് ആണ് എന്ന് അംഗീകരിക്കാൻ സമയം എടുക്കും ആളുകൾക്ക്. പക്ഷെ വൺസ് നമ്മൾ ആ പറയുന്ന റൈറ്റ് ട്രാക്കിലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ വോയിസിന് ഉണ്ടാവുന്ന ഒരു പവർ ഉണ്ട്, അത് ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പം ഇങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കഫേ തുടങ്ങാൻ ആരും ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരാൾ കഫേ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായിരിക്കും ഒരു ടിപ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക? ടിപ്സ്, യു നീഡ് പ്രോപ്പർ ടീം. ഇപ്പം നമ്മൾ ആംബിയൻസ് അല്ല കാഫേ, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് തന്നെ കുറേ പേരുടെ അപ്പം അവരെനിക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പം ഒരുപാട് ലൈക്സും ഒരുപാട് കോമൻസും ഉണ്ട്. കാഫേ തുടങ്ങാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. cafe restaurant business, food industry, food and beverage is the most difficult industry. എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുറകിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
ഫുഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ്, സ്റ്റാഫ് മാനേജ്മെൻറ്റ്, പിന്നെ നമ്മളുടെ ഇത് റൺ ചെയ്തുകൊണ്ട് പോവുക. ഇത് ശരിക്കും ഇതൊരു ലൂപ്പാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദർ ഷുഡ് ബി സം വൺ ബിഹൈൻഡ് ദിസ്. പിന്നെ നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ഇപ്പം ആ ഒരു ടീം വേണം. കിച്ചൺ ടീമാണെങ്കിലും ഫ്രണ്ട് ഡെസ്ക് ആണെങ്കിലും ഒക്കെ വേണം. കാരണം ഈ സ്റ്റാഫുകൾ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ലൈക്ക് നോട്ട് കിച്ചണും പ്രശ്നമുണ്ട്, പക്ഷേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അതെല്ലാം അതിനുള്ള നമുക്കൊരു സ്ട്രോങ് ടീം വേണം, സ്ട്രോങ് അതോറിറ്റി വേണം. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ. ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് യു തിങ്ക് ഇറ്റ് ഈസ്. നമ്മൾ ആംബിയൻസ് മാത്രമല്ല, കുറേ കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. ഫുഡിന്റെ ടേസ്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ശ്രമിക്കുക? ഇങ്ങനെ കിച്ചൺ സ്റ്റാഫിനെ മാറ്റാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകം ഷെഫ് അങ്ങനെ എന്തെങ്കിലും? ഇപ്പം നമ്മുടെ പാർട്ട്ണർ നമ്മുടെ മെയിൻ ഹെഡ് ഷെഫാണ്. ഓക്കെ, അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ കഫേയുടെ ഒരു സാധനം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ അതിപ്പോൾ ആര് മാറി വന്നു പോയാലും അത് ആ റെസ്റ്റോറൻറ്റ് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കരുത്. അല്ലല്ല, ആ ഫുഡ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡാണ്. ലൈക്ക് ബേസിക് ഇപ്പം നമ്മുടെ ഇവിടെ ബ്രിസ്ക്കറ്റ് ഉണ്ട്, ബീഫ് ബ്രിസ്ക്കറ്റ്. whoever comes and goes, our taste should be other. That dish belongs to Summertown. Okay, മനസ്സിലായി? ടേസ്റ്റ് മാറില്ല. അപ്പോൾ ആ റെസിപ്പീസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒട്ടും എളുപ്പമല്ല. 2023 കഫേ തുടങ്ങുന്നത്. അപ്പം മമ്മൂക്കിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ കഫേ തുടങ്ങുന്നു, വരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ മമ്മൂക്ക് ഒരു ദിവസം വരുന്നു. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, പക്ഷെ ആ സമയത്ത് ഒരു ടെൻഷനും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ മമ്മൂക്ക് വരും. അപ്പം എങ്ങനെയാണ് ആ മമ്മൂക്ക വരുന്നു എന്ന മെസ്സേജിനെയും ആ വന്നു കഴിഞ്ഞിട്ടുള്ള സാധനമൊക്കെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്? അല്ല, ഞാൻ മമ്മൂക്ക എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കാരണം ഭയങ്കര എനിക്ക് ഫ്രം വിത്തിൻ ഭയങ്കര ജെന്യുനായിട്ട് തോന്നിയിട്ടുള്ള ആളാണ്. അപ്പം ഞാനത് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അന്ന് എനിക്കൊന്ന് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഷൂട്ട് എന്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈവനിങ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വന്ന് ബ്ലസ് ചെയ്തു, ഫുൾ കണ്ട് ടീ ഒക്കെ കുടിച്ച് അങ്ങനെയൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു മൊമെൻറ്റ്. ചിലരോട് നമ്മൾ സിനിമ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരമില്ല, അയ്യോ എനിക്ക് സിനിമയല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. ആ സമയത്താണ് നമിത ഇങ്ങനെ ഒരു കഫേ തുടങ്ങുന്നുണ്ട്. അപ്പം ഇതും അല്ലെങ്കിൽ സിനിമയും കഫേ ബിസിനസ്സും അല്ലെങ്കിൽ നമിതനെ ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ ആക്ച്വലി എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട്. ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ മുന്നേ തന്നെ ടീച്ചിങ് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ അങ്ങനത്തെ രീതിയിൽ PhD ഒക്കെ എടുത്ത്, എൻ്റെ ഫ്രണ്ടും ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പോയവരാണ് മിക്കവരും. അപ്പോൾ ടീച്ചിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ ലൈക്ക് എനിക്കറിയില്ല, എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. കാരണം എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. നമിത ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ ബുക്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതായിരുന്നില്ലെങ്കിൽ ബിസിനസ് തന്നെ എന്തെങ്കിലും നോക്കിയാണ്. കാരണം ഫാമിലിയായിട്ട് എല്ലാവരും ബിസിനസ്സാണ്. മേ ബി ടീച്ചിങ്, പക്ഷെ അതിന് കുറേ ഇതുണ്ടല്ലോ, മറ്റേ നെറ്റ് എഴുതണം, അങ്ങനെ PhD അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് ഇനി എടുത്തു വരുമ്പോൾ ഞാൻ 10-35 വയസ്സൊക്കെ കഴിഞ്ഞു പോകും. 5 വർഷം PhD. പിന്നെ അതിന് മുന്നേ മറ്റേ നമ്മൾ കളിയാക്കി പറയുന്ന പോലെ അതിന് മുന്നേ MA വേണം, PGക്ക് ഡിഗ്രി വേണം. ഡിഗ്രിക്ക് മുന്നേ 12ാം ക്ലാസ് വെക്കണം, 10ാം ക്ലാസ് അല്ല. പക്ഷെ അങ്ങനെ എനിക്ക് ഡിഗ്രി വരെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അല്ല, PG ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു സീരിയസ്ലി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആക്ച്വലി സമയമില്ല. ഐ ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. സിനിമയുടെ വർക്ക് നടക്കുന്നുണ്ട്, ഇത് അങ്ങനെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ജഗ്ൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും ഒരെണ്ണം ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമിത 2011 സിനിമയിൽ വരുമ്പോഴും ഇപ്പം 25 എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? സിനിമയിൽ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ, കംപ്ലീറ്റ്ലി മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയുടെ നരേഷൻ, സിനിമേനെ പെർസീവ് ചെയ്യുന്ന രീതി, ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് വന്നു വിത്ത് എ ലോട്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ്. മേക്കിംഗ് വൈസ് ഒരുപാട് മാറി. ആക്ടർ മേക്കേഴ്സ് ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് മാറി. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് വർക്കിംഗ് സ്പേസ് ആയി സിനിമ. മൊത്തത്തിൽ മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റ് ലാംഗ്വേജും മലയാളവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിൽ ഏറ്റവും ഭംഗിയുള്ളതായി തോന്നിയിട്ടുള്ളത് എന്താണ്? ഇവിടുത്തെ ഒരു ബോണ്ട് ഇല്ലേ, അവിടെ കുറച്ചുകൂടി ഭയങ്കര പ്രൊഫഷണലാണ്. They treat you with a lot of respect.
മണി വൈസ് ഭയങ്കര ഇരട്ടിയുണ്ട്. അതൊക്കെ ഉണ്ട്. വെരി ലക്ഷറിയസ്, വെരി കംഫർട്ടബിൾ. പക്ഷെ നമ്മുടെ ഭാഷ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരു ഹോം കൈൻഡ് ഓഫ് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നും. സോഷ്യൽ മീഡിയയിൽ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, ഭയങ്കര ഫോട്ടോഷൂട്ടുകളൊക്കെ ഭയങ്കര രസകരമാണ്. അപ്പം ചില സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ അറ്റാക്കിനും വിധേയമാകേണ്ടി വരാറുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ചിലപ്പോ ഒക്കെ നമ്മുടെ വീഡിയോസിനെ നമ്മൾ പറയുന്നതിന്റെ അവിടെ ഇവിടെ ഇല്ലാതെ കട്ട് ചെയ്തിട്ടൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ ഞാനിപ്പോ എനിക്ക് ഭയങ്കര ഇടയ്ക്കൊക്കെ എംബാരസ്ഡ് ആയിട്ട് തോന്നും. കാരണം നമ്മളൊരു ഇന്റർവ്യൂ കൊടുത്ത് അത് കംപ്ലീറ്റ് ഇടണം, അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ്. അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിലൊക്കെ കട്ട് ചെയ്ത്, ലൈക്ക് റീസെന്റ് ഞാൻ ഏതൊരു ഇന്റർവ്യൂ ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു സംതിങ് അബൌട്ട് മാരേജ് ഓർ സംതിങ് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞിട്ട് ലൈക്ക് ഐ വാസ് ലൈക്ക് ഡിവോഴ്സ് ഇസ് ഓക്കെ, കല്യാണം കഴിച്ച് ഇഫ് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്. എനിക്ക് ആക്ച്വലി അവരെൻ്റെ അടുത്ത് ചെന്നാൽ ഞാൻ കല്യാണം കഴിക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്തോ വരുമ്പോൾ ഞാൻ അതിന് റെഡിയാണ്, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പേഴ്സണലി പറഞ്ഞു ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡിവോഴ്സ്, അങ്ങനെ എന്തോ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയും ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ ഡിവോഴ്സ് ഇസ് നോട്ട് ഒരു മോശം സംഭവം, അങ്ങനെ ഒന്നുമല്ല. കാരണം ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അഡ്ജസ്റ്റ് വിത്ത് എ പേഴ്സൺ, നമുക്ക് രണ്ടുപേരും തമ്മിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൽ സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സെപ്പറേറ്റ് ആവുന്നതാണ് നല്ലത്. ഇത് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല, ഇത് മാത്രം ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡിവോഴ്സ്. അപ്പോൾ എനിക്ക് കുറെ ട്രോൾ അല്ല കുറെ പേര് നിനക്ക് ബോധമില്ലേ, ഇറ്റ് ഹാപ്പൻസ് ഇൻ ദിസ് സൊസൈറ്റി, നോ ഇറ്റ് ഇസ് നോട്ട് എ ബാഡ് തിങ്. അങ്ങനെയൊക്കെ. അപ്പം ഒരു ബന്ധമില്ലാതെയൊക്കെ കട്ട് ചെയ്തിടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്കൊന്നും വേറെ പണിയില്ലേ. വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഇത് ആരോട് നമ്മൾ ഇതിങ്ങനെ അല്ല ഞാൻ പറഞ്ഞു. അല്ല, ആക്ച്വലി ഇത് നമ്മുടെ ജോലിയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പബ്ലിക് ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരാം, ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാം. പിന്നെ ഇതെല്ലാം ആലോചിച്ച് ഒരു ഫസ്റ്റ് ഇത് കാണുന്ന മൊമെന്റിൽ എനിക്കൊരു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന കാര്യം അതുപോലെ ഇട്ടൂടെ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറയും, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പോട്ടാ ഒരു സ്ക്രോളിലങ്ങ് അവസാനിപ്പിക്കും. അല്ല, ഫ്രണ്ട്സിനൊപ്പം എല്ലാ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തൊരു ഹോട്ട് ടോപ്പിക് ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം. അത് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും സമയമില്ലല്ലോ, നമ്മുടെ ഇവിടെ ഒന്നും അതിനുള്ള സമയമില്ല. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ലൈക്ക് ദാറ്റ്. ഈ സോഷ്യൽ മീഡിയ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ ദോഷത്തേക്കാൾ ഏറെ ഗുണം ചെയ്യുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആസ് എ സെലിബ്രിറ്റി? രണ്ട് രീതിക്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഇപ്പം നമ്മുടെ സിനിമയുടെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ സിനിമ പ്രൊമോഷൻ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സോഷ്യൽ മീഡിയ വേണം. പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് എല്ലാവരുടെയും ഇൻകം ഈ സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നെഗറ്റീവ് വൈസ് ഇതുപോലെ സൈബർ അറ്റാക്ക് വരാം, ലൈക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കോമെൻറ്റ് ചെയ്യാം ചില സമയത്ത്. കാരണം ഇപ്പം പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ. അപ്പം ഇൻഅപ്രോപ്രിയേറ്റ് കമൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പം അതൊക്കെ നെഗറ്റീവ് ആസ്പെക്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരു ലൈക്ക് കോയിൻ്റെ 2 വശം പോലെ 2 ആസ്പെക്റ്റും ഉണ്ട്. മണി മേക്കിംഗ് കുറേ പേരെ എക്കണോമിക്കലി സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സോഷ്യൽ മീഡിയ. സൗഹൃദത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് നമിത എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമിതനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം മീനാക്ഷിയുമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. ആൾക്കാരിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് എന്നുള്ളത്. സൗഹൃദത്തിന്റെ പേരിൽ സിനിമകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമിത ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ഒരു ഇന്റർവ്യൂവിൽ കണ്ടാണ്. അപ്പം അത്തരം സിനിമകൾ സൗഹൃദം കൊണ്ട് മാത്രം തിരഞ്ഞെടുത്തതായിരുന്നോ? ആ സിനിമ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കഥ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കഥാപാത്രം ഒന്നുമില്ല, തീരെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ സോങ്സ് ഒക്കെ ചിലപ്പം നമ്മളെ ആക്ടേഴ്സിന് ഈ ഗസ്റ്റ് സോങ് പോലെ അങ്ങനത്തെ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പം അത് ഇല്ല ചേട്ടാ, നമുക്ക് പിന്നെ ചെയ്യാം, നമുക്ക് പിന്നെ നോക്കാം, വേറെ ആരെങ്കിലും ചെയ്തോ, അങ്ങനെ സ്വാതന്ത്ര്യമുള്ളത്. കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്ത സിനിമകളുണ്ട്. കാരണം ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും പേഴ്സണലി ഫോർ മീ ഐ എം നോട്ട് വെരി സെൽഫ് സെൻറ്റേർഡ്. അപ്പം അവരെത്രത്തോളമാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടായിക്കൊണ്ട് വരാൻ കഷ്ടപ്പെട്ടതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാം, പിന്നെ നമുക്ക് വലിയ തട്ടലും മുട്ടലൊന്നും ഇല്ലാത്ത നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്, ചെയ്തു കൊടുക്കാവുന്ന ഹെൽപ്പാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം പറയാനുണ്ടാവുക? ഏറ്റവും ഫേവറേറ്റ് അല്ല, 1, 2, 3? എനിക്ക് എല്ലാ സിനിമകളും ഫേവറേറ്റ് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക്
പുളിപ്പുള്ളിയുള്ള മാട്ടിമുട്ടി ഇഷ്ടമാണ്, വിക്രമാദിത്യൻ ഇഷ്ടമാണ്, കമാര സംഭവം ഇഷ്ടമാണ്. ഭയങ്കര അടിപൊളി മേക്കിംഗ് ആയിരുന്നു കമാര സംഭവം. എനിക്കൊന്നും ആ സിനിമ അങ്ങനെ ഹിറ്റൊന്നും അല്ലായിരുന്നു, പക്ഷെ ക്രിട്ടിക്കലി അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെട്ട മേക്കിംഗ് വൈസ് ഒക്കെ. അപ്പൊ ആ സമയത്തെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മലയാളത്തിൽ വന്നൊരു സിനിമയായിരുന്നു ടെക്നിക്കലി. അപ്പോൾ അതിഷ്ടമാണ്. പിന്നെ ഞാൻ സിദ്ധാർത്ഥയുടെ ആണെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു, അതിഷ്ടമാണ്. ചിലപ്പോൾ ചില സിനിമയിലെ സിനിമനെക്കാട്ടി കൂടുതൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് നമുക്ക് ഇഷ്ടാവും. അങ്ങനെയും സിനിമകൾ. അങ്ങനെ ഹോണ്ട് ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? അത് ഈ സിദ്ധാർത്ഥയുടെ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. IFFK ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമ എനിക്കിഷ്ടം. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ഏതായിരിക്കും? ഇന്റർവ്യൂസും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെല്ലാം ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം, ഈ ചോദ്യം എന്ന് അവസാനിപ്പിക്കും എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? കല്യാണം. പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ ഒന്നും എടുക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രൊമോഷനൊക്കെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറെ മീഡിയാസ് വന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് എന്താ സിനിമ ചെയ്യാത്തത്, എന്താണ്? അങ്ങനത്തെ പോസ്റ്റുകൾ വരാറുണ്ട്, കണ്ടിട്ടുണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ? ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റാണ്. അതായത് ചില നടിമാര് സിനിമ കുറഞ്ഞാൽ എനിക്ക് സിനിമ ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ചെയ്യുക. പക്ഷെ നമിത എന്ന് പറയുന്ന പെൺകുട്ടി അവർ സ്വന്തമായി ഒരു കഫേ ബിസിനസ് നടത്തുന്നു, അതോടൊപ്പം തന്നെ സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്തരം ആളുകൾ ഇനിയും നമിതയെ കാണണം, സിനിമയിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം പോസ്റ്റുകളൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. പോസിറ്റീവായിട്ടൊരു ഒരു ഒരു എന്റെ ഫീൽഡിൽ ഇതൊന്നും വരുന്നില്ല. അൽഗോരിതം വേറെ ആയിരിക്കും. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കുറിപ്പുണ്ടായിരുന്നു. എനിക്ക് സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസിക്കലി ഇപ്പൊ ആക്ടേഴ്സിന് സീസണല്ല ആക്ടേഴ്സ് ഒക്കെ. ഇപ്പൊ ഒരാള് അല്ലെങ്കിൽ ഒരു 3-4 പേര് ഇപ്പൊ പടഞ്ഞാണെങ്കിൽ ഒരു 6 മാസത്തേക്ക് അവർ തന്നെ ആയിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾ വരും, വീണ്ടും ഒരു 6 മാസത്തേക്ക്. ഇത് ഇങ്ങനത്തെ ഒരു സീസണൽ ആക്ടേഴ്സ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പൊ പോകുന്നതെന്ന്. എനിക്ക് ഒരു സമയത്ത് ഇത്ര ആളുകളായിരിക്കും, ഇവരുടെ സിനിമകളായിരിക്കും ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഇവരെ കാണില്ല, പിന്നെ അടുത്ത ആളായിരിക്കും. അങ്ങനെ പിന്നെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നല്ല സിനിമ വരുമ്പോൾ ചെയ്യാം, നല്ല സ്ക്രിപ്റ്റ്, നല്ല കഥാപാത്രങ്ങൾ, എക്കണോമിക്കലി ഫൈനാൻഷ്യലിയും കൂടെ നമുക്ക് പറ്റുന്ന സിനിമകൾ വരുമ്പോൾ ചെയ്യാം, അങ്ങനെ ഉള്ളൂ. ഞാൻ കുറേ സ്ക്രിപ്റ്റ് കേട്ടു, ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ് കേട്ടു. കുറച്ച് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ, നല്ല ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ കഥകൾ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ക്യാരക്ടർ ഒട്ടും വർക്ക്ഔട്ട് ആയില്ല, അതുകൊണ്ട് പിന്നെ ചെയ്തില്ല. ഈ വിവാഹത്തെക്കുറിച്ച് ആളുകൾ ചോദിക്കുമ്പോൾ എന്താ മറുപടി കൊടുക്കുക? ഇപ്പൊ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം, വിവാഹം കഴിക്കുന്നില്ലേ? വീട്ടുകാരെക്കാൾ കൂടുതൽ നാട്ടുകാർക്കും ഭയങ്കര വിഷമാണ്. സത്യം, നാട്ടുകാർക്ക് ഭയങ്കര വിഷമം. അയ്യോ, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും. വീട്ടുകാരെ പിന്നെയും കൺവിൻസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു വീട്ടുകാരുടെ പ്രശ്നം ഇവരെ ബന്ധുക്കളുടെ പ്രഷറാണ്. പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യുക, ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അവൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പ്രഷർ ചെയ്യാനുള്ള ഒരു ആ പ്രഷർ വരുമ്പോഴാണ് ഇവര് നമ്മൾ പ്രഷർ ചെയ്യുക. അപ്പൊ അത്തരം പ്രഷർ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ വരുമ്പോ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഞങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അമ്മമ്മയൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് നീ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് മരിച്ചാ മതി, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു, അമ്മമ്മയുടെ നമ്പറൊക്കെ അമ്മമ്മയുടെ കയ്യിലിരിക്കും, കുഴപ്പമില്ല, സാരില്ല. അല്ല, ഇപ്പൊ എന്താ പറയാ, നമുക്കിപ്പോ കറക്റ്റ് ഒരു മാച്ച് നമുക്ക് കൺവിൻസിങ്. കാരണം ഇപ്പൊ ഇത്ര നാള് വീട്ടുകാരോടെ ജീവിച്ചു, ഇനി ബാക്കി വർഷം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനോട് അല്ലേ ജീവിക്കണ്ടേ. ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കൊന്നും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ, കാരണം ഇനിയുള്ള ഇത്രയും വർഷം ജീവിക്കേണ്ടതാ, അപ്പൊ അത് നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കണ്ടേ. അപ്പൊ കിട്ടിയ പോലെ. നമ്മൾ നന്നായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണല്ലോ. ട്രാവൽ ചെയ്യുമ്പോൾ ലൈഫിലുണ്ടായ ഒരു നല്ലൊരു മാറ്റം എന്തായിരിക്കും? അങ്ങനെ പഠിച്ചു വരണം. മാറ്റം കൂടുതൽ മണി മാനേജ്മെന്റ് എനിക്ക് കുറച്ചുകൂടി ഇതായി. കാരണം ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ മേടിക്കുക, മനസ്സിലാക്കുക. പിന്നെ എൻ്റെ ബിസിനസ്സിലേക്ക് അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണല്ലോ ലൈക്ക് കാഫേ, റെസ്റ്റോ കാഫേ, മെയിൻലി വി കോൺസെൻട്രേറ്റ് ടു ഫുഡാണ്. അപ്പോൾ പല സ്ഥലത്ത് ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ, പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ
അങ്ങനെ ജഡ്ജ്മെൻ്റൽ അല്ലാതെയോ, ജഡ്ജ്മെൻ്റൽ ആണ് നമ്മൾ ബേസിക്കലി. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ചെറിയ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. എനിക്ക് ജഡ്ജ്മെൻ്റൽ അല്ലാത്ത ആളുകൾ ഭയങ്കര ഇഷ്ടം ആണോ, ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കെയർ ഫ്രീ ലൈഫ് ലീഡ് ചെയ്യുന്ന കുറേ പേരെ, പ്രായമുള്ളവരെയൊക്കെ ഈ കപ്പിൾസിനെ കാണാൻ പറ്റും. പിന്നെ അല്ലാത്ത ആളുകളെയൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന പല നാഷണാലിറ്റീസ് ഉള്ളവരെയൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ് നമ്മൾ അറിയാനും, ഭയങ്കര രസമാണ് അതൊക്കെ. അപ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിനെയും നമ്മളുടെ പേഴ്സണാലിറ്റീനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യാനാണോ അതോ സോളോ ട്രാവലാണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക? അത് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് മെയിൻലി എപ്പോഴും ലിവർപൂളിലേക്ക് പോകും. എൻ്റെ സിസ്റ്റർ അവിടെയാണ്. അപ്പം ഞങ്ങളായിരിക്കും എപ്പോഴും എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്നത്. ഗ്രൂപ്പ് എനിക്കിഷ്ടമാണ്, പക്ഷെ റൈറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ചെറിയ സ്ഥലത്ത് ഇപ്പോൾ അപ്പുറത്ത് വാഗമൺ വരെ പോയാലും മതി, പക്ഷെ നല്ല ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ഒരു നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ രസമാണ്, നല്ല മെമ്മറീസ് ആയിരിക്കും. പക്ഷെ നമ്മളിനി ഒന്നാലോചിച്ചൊക്കെ അങ്ങ് ഫ്രാൻസ് പാരീസ് വരെ പോയാലും ഒരു മോശമൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ അലോങ് വിത്ത് us. പിന്നെ സോളോ ട്രാവലിംഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് എപ്പോഴും എൻ്റെ സിസ്റ്റർ ആരെങ്കിലും കൂടെ ഉണ്ടാവും. ഈ സിസ്റ്ററുമായിട്ടുള്ള ബോണ്ട് എങ്ങനെയാണ്? ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും സിസ്റ്ററുമായിട്ടുള്ള ബോണ്ടിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര സ്വാഭാവികമായിട്ടൊരു ക്ലോസ് ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു സിസ്റ്റർ എന്നതിനപ്പുറത്തേക്ക് സുഹൃത്ത്, ആ രീതിയിലാണോ നിങ്ങൾ രണ്ടുപേരും ഉള്ളത്? പുള്ളിക്കാരിച്ച് വേറെ തന്നെ ക്യാരക്ടറാണ്, എന്നെ പോലെ എല്ലാം കാണും. ഒരു വീട്ടിൽ നിന്നാന്ന് പോലും തോന്നില്ല, അത്ര വ്യത്യാസമാണ് ഞങ്ങളെ കാണാനും. ഞങ്ങളുടെ സ്വഭാവം ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിന് കണ്ടടായിരുന്നു, വഴക്ക് എല്ലാത്തിനും വഴക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു പ്രായം കഴിച്ചപ്പോഴേ നമ്മൾ പയ്യെ ബോണ്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവളെനിക്കൊന്ന് കോളേജിലൊക്കെ പഠിച്ചു തുടങ്ങിയ സ്കൂളിൻ്റെ അവസാനം സമയമൊക്കെ ആണെങ്കിൽ, അപ്പോൾ പുള്ളിക്കാരത്തിയും ഞാനും പണ്ടേ ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതായത് എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ട്, വീട്ടിൽ പൊക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. ഇവള് ഇൻവോൾവ് ആയിരിക്കും, അപ്പം കിടന്നുറങ്ങും. ഓക്കെ, പിന്നെ അവളെ വിളിച്ചാൽ പോലും എഴുന്നേക്കില്ല, അപ്പം കിടന്നുറങ്ങും. അങ്ങനത്തെ പാര സ്വഭാവങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഗ്രാജ്വലി അതൊക്കെ ഓക്കെ ആയി. ഇപ്പോൾ പുള്ളിക്കാരത്തി ഉറങ്ങിക്കളയും ഇപ്പോഴും. പക്ഷെ ഇടയ്ക്ക് പറയും, ഒന്നും ഒരു പരിപാടി ഒപ്പിക്കല്ലേ, ഞാൻ അപ്പോൾ ഉറങ്ങും കേട്ടോ, എൻ്റെ ആ സ്വഭാവം ഇപ്പോഴും എൻ്റെ ബ്ലഡിൽ ഇച്ചിരി ഉണ്ടെന്ന്. അതായത് ഒരുമിച്ചായിരിക്കും എല്ലാം ചെയ്യണേ, പക്ഷെ പുള്ളിക്കാരി അപ്പോൾ ഉറങ്ങിക്കളയും. അപ്പോൾ പക്ഷെ പിന്നെ ഗ്രാജുവലി നമ്മളത് നമ്മൾ തന്നെ അറിയാതെ, എനിക്ക് തോന്നുന്നു പേരൻസിനെക്കാട്ടി കൂടുതൽ അറ്റാച്ച്മെന്റ് നമുക്ക് സിബ്ലിങ്സ് ആയിട്ട് വരും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അമ്മയുടെ സിബ്ലിങ്സ് ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഇപ്പം നമ്മളെക്കാട്ടി അറ്റാച്ച്ഡ് ആയിരിക്കും ചിലപ്പോൾ അവരുമായിട്ട്. മേ ബി ഒരു പ്രായം ആവുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും കൂടുതൽ. അപ്പം എനിക്ക് അറിയാവുന്നവര് എല്ലാവരും അങ്ങനെ കുറച്ച് നമ്മൾ ആ ഒരു കുട്ടിത്തം മാറി ഒരു ചെറിയൊരു മെച്ചോറിറ്റി വന്നു തുടങ്ങുമ്പോൾ മേ ബി സിബ്ലിങ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഇത് വരുന്നത്. ഈ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ഇപ്പൊ കുറേ പെൺകുട്ടികളുടെ ഡ്രീമാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം. ഇപ്പൊ നമ്മളൊക്കെ പറയാം സേഫ് ആണെന്ന്. എനിക്ക് അങ്ങനെയല്ല, ഞാൻ ബേസിക്കലി ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ബേസിക്കലി എനിക്ക് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് കറക്റ്റ് റൂംസ് കാര്യങ്ങൾ എല്ലാം നോക്കി, അവിടെയുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് ഏതൊക്കെയാണ് സേഫസ്റ്റ്, ഏതൊക്കെ അക്കോമഡേഷൻ കാര്യങ്ങൾ എല്ലാം സോർട്ട് ചെയ്തിട്ടേ ബേസിക്കലി ഞാൻ പോകാറുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും നമുക്കൊരു ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ച് കണക്ട് ചെയ്യുക. അല്ലാത്ത സ്ഥലങ്ങളിൽ എനിക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ് ബേസിക്കലി ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് ഓൾവേസ് നൈസ് വെൻ യു ട്രാവൽ, കാരണം നമ്മളുടെ എക്സ്പോഷ്യർ കാര്യങ്ങളൊക്കെ മാറും. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാണ് എന്നുള്ള കാര്യം സോളോ ആണ് അങ്ങനെ പറഞ്ഞ് നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഫുഡി ആണോ? നല്ല ബിഗ് ടൈം. പക്ഷെ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമല്ല ആക്രാന്നാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫുഡ് ഏതായിരിക്കും? കംഫർട്ട് ഫുഡ് ഉണ്ട്. എനിക്ക് എല്ലാ ഭക്ഷണം ഇഷ്ടമാണ്. ഇപ്പം ഞാനൊരു ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് പോവാണ്, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കാഫെയോ എവിടെയെങ്കിലും പോവുകയാണെന്ന് വിചാരിക്കും. ഞാൻ മെനുവിൽ ഇതുവരെ ആരും അധികം മേടിക്കാത്ത സാധനം മേടിച്ച് കഴിക്കും. യൂഷ്വൽ ഒരു കംഫർട്ട്. ചിലർക്ക് ഇപ്പൊ പാസ്താസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ചിലർക്ക് പാസ്ത. അപ്പൊ ഞാൻ തന്നെ ആലോചിക്കും, ഇതെന്താ ഇവര് ഡിഫറെന്റ് ആയിട്ട് കഴിക്കാത്ത. കുട്ടികളൊക്കെ വരുന്ന സമയത്ത് കുറെ പേരുടെ കംഫർട്ട് ഫുഡാണ്.
പക്ഷെ എനിക്ക് എപ്പോഴും ഡിഫറെൻറ്റ് കാര്യങ്ങൾ കഴിക്കണം എന്നാണ് ഇഷ്ടം. അപ്പം ഞാൻ എവിടെ പോയാലും വ്യത്യാസമുള്ള സാധനങ്ങൾ കഴിക്കും. ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? സിനിമ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? സിനിമ ഇനി റിലീസിന് 2 സിനിമകളുണ്ട്. പിന്നെ 2-3 സ്ക്രിപ്റ്റ് നല്ലത് കേട്ടിട്ടുണ്ട്. അത് മേ ബി ഈ ഒരു 2-3 മാസങ്ങളിലായിട്ട് തുടങ്ങും. ഇതുപോലെ മികച്ച സിനിമകളും നല്ല മികച്ച കഫയൊക്കെ ആയിട്ട് നമിത ഇങ്ങനെ സന്തോഷത്തോടെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.